ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിംഗാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ അടിപൊളി പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ പുഡിംഗ് വളരെ കുറഞ്ഞ ചേരുവയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. 1/2 ലിറ്റർ പാൽ ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2-3 സ്പൂണ് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 3-4 സ്പൂണ് പാലൊന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. കട്ടകളില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള പാലിലേക്ക് നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കാം. അത് പാലിൻ്റെ അളവനുസരിച്ചിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് കലക്കി കട്ടയില്ലാതെ വെച്ചേക്കുക. ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിനി ഉടയ്ക്കേണ്ട വരത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 സ്പൂൺ പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മധുരം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ കണക്കാക്കി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. കസ്റ്റാർഡ് പൗഡർ ഓപ്ഷണലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ബ്രെഡും പാലും തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിലേക്ക് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ആ ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റാണ്. അപ്പം ഇതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിടുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ വാനില എസൻസോ വേറെ നമ്മുടെ ഫ്ലേവറിനായിട്ടുള്ളൊന്നും ചേർക്കേണ്ട, ഈ ഒരു ചോക്ലേറ്റ് മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും, ചൂട്ടിലോട്ടല്ല ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വാങ്ങി വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ അതായത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരുപാട് നേരം ഒന്നും കറക്കിയെടുക്കേണ്ട, ഒരു 10-15 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു ബാറ്ററി ആയിട്ട് നമുക്കിത് കിട്ടും. ഈ ഒരു രീതിയിൽ പോലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതുപോലെ ഗ്ലാസ് ജാറുകളാണ് എടുത്തേക്കുന്നത്. ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതനുസരിച്ചുള്ള പാത്രങ്ങൾ വേണമെങ്കിൽ എടുക്കാം. ഇത് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തതിൻ്റെ മുകളിലൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആകൃതി മാറ്റം വേറൊരു കപ്പ് കൂടെ വെച്ചിട്ട് അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 10-20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തണം. ഫ്രീസറിൽ വെച്ചില്ല, ഫ്രിഡ്ജിലേ വെച്ചുള്ളൂ. ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. മാത്രമല്ല നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഫ്രീസറിലോ ഫ്രിഡ്ജിനോ ഒന്നും വെക്കേണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി തന്നെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം എടുക്കാം. ഇത് കണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് കൊട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതേ അതിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും അതുപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബ്രെഡും പാലും ഒക്കെ വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോളുക. അത് മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, അത്രയും ക്രീമിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.